ഹലോ ഗായ്സ്. നീ പറയുമ്പോഴത്തൂട്ടി എന്താണ് എവിടേക്കോ വന്ന് വിട്ടുകൂടാം. മാപ്പ് ചതിച്ചു ഗായ്സ്. കുളത്തേക്കാണ് വന്നത്. ഇവിടെ വഴി അവസാനിച്ചു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം മാറുന്നതിന് മുന്നേ നമ്മൾ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കല്യാണം വരുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞ ഉടനെയെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ഇന്നല്ല കല്യാണം, നാളെയാണ്. ഇന്ന് മെഹന്തി നൈറ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 12 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും. ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാനാവുന്നതേ ഉള്ളൂ. അകത്തെല്ലാവരും ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടും കാര്യങ്ങളൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പുറത്തിറങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാനൊക്കെ റെഡിയായി ഇരിക്കുകയാണ്. കുറച്ച് ആൾക്കാർ റെഡി ആയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളാണ് അകത്ത്. അതുകൊണ്ടാണ് പുറത്തിറങ്ങി വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണ് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതാണ് നോട്ടം മാറിപ്പോകണം. ഞങ്ങളൊക്കെ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് മെഹന്തി നൈറ്റിന് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ പോണത് കേട്ടോ. മെഹന്തി നൈറ്റാണ് ഇന്ന്. അപ്പോൾ നാളെയാണ് കല്യാണം. ഇന്ന് മഞ്ഞ കല്യാണം. ഞങ്ങൾ മഞ്ഞ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് വഴിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. അതൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തർ കാണിച്ചു തരാം. ആരാ നാട്ടിൽ നിൽക്കണ ആള്? ഇയാളോ? ഈ ട്രൗസർ പാൻറ്റിയാണ് ഒന്ന് മാറ്റാനുള്ളത്. പിന്നെ ഇയാളും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് ആദ്യം മാറ്റി ഇറങ്ങണത്. ഫസ്റ്റ് മാറ്റി ഇറങ്ങുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ മാറ്റി ഇറങ്ങൽ. എൻ്റെ മേക്കപ്പും എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ലാസ്റ്റേ മാറ്റി ഇറങ്ങലുള്ളൂ. ഇപ്രാവശ്യമാണ് ഞാൻ ഫസ്റ്റ് മാറ്റി ഇറങ്ങി. എന്നെ പറ്റിയിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറയൂ. പെങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറയൂ. ഗൈസ്, ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ പോണത്. കുറച്ച് ആൾക്കാർ കാറിലാണ്. അപ്പം ഞാൻ ബൈക്കിലാണ്. നടക്കുമോ ഇല്ലെന്ന് അറിയില്ല. നടക്കുമോ? ഞാൻ ഇവനും ബൈക്കിലാണ്. എന്നാടോ എൻ്റെ 1-2 വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എത്തി നോക്കുക. എന്നിട്ട് തള്ള ഇടക്കിടക്ക് വന്നെങ്ങാണ്ട് മാറ്റുകയാണെന്ന് പറഞ്ഞിട്ട് എത്തി നോക്കുന്നുണ്ട് വീഡിയോയിൽ. പെടാതെ നോക്കാം. പരക്കം വാങ്ങി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, ഡ്രസ്സ് റെഡിയാക്കി കൊണ്ടിരിക്കണു, എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണു. സുനീറ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കണു. സുനീറ മേക്കപ്പിലാണ്. എന്താ ചെയ്യുക ഗൈസ്, ഇത് മാത്രമാണ് നേരത്തെ കഴിഞ്ഞിരിക്കണത്. അത് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. കാത്തിരുന്ന് ഒന്ന് പോയി കുളിച്ചു ഞാനോ. അപ്പോൾ ഗൈസ്, ഒരു കണക്കിനെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ധൃതി പിടിച്ച് ഉച്ച ടൈമിൽ തന്നെ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് വഴിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ധൃതി പിടിച്ച് പോണത്. വഴിയിൽ എവിടെ ഇറങ്ങാനില്ലെങ്കിലൊക്കെ നമുക്ക് ആ ഒരു 4 മണി ടൈമിലൊക്കെ പോയാൽ മതി, പതുക്കെ പോയാൽ മതി. ഇതിപ്പോൾ വഴിയിൽ ഇറങ്ങാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും അർജൻറ്റ് കൂട്ടി പോണത്. എന്നാൽ തന്നെ രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞങ്ങൾ ഒരുക്കങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി എന്തായാലും ഇറങ്ങിയത് ഉച്ചക്കായതുകൊണ്ട് നമുക്ക് അവിടെ ഫുഡ് നടക്കൂല. ഞങ്ങൾ വിട്ടോളി, ഞാൻ വണ്ടിമേ ഞങ്ങൾ വരാം. സച്ചു അനു ഇരുന്നോ? മുനു വണ്ടിമേലേ? ഞങ്ങള് സെറ്റാണ്. റെയിൻകോട്ടൊക്കെ ഉമ്മ കൊണ്ടുപോകാൻ പറയുന്ന മാതിരി. ജാക്കി വാ ജാക്കി. ജാക്കി പിന്നെ നമ്മൾ എവിടെ ഇറങ്ങുകയാണെങ്കിലും ഇതുപോലെ വന്ന് വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കും കേട്ടോ. ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ബാഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരത്തേക്കാണെന്ന്. അതുകൊണ്ട് വഴി വരെ വന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ കൂടെ നമ്മൾ പോണത് പകുതി വഴി വരെയെങ്കിലും വരും. നമ്മളെ കൂടെ ബൈക്കിൻ്റെയോ കാറിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ വരും കേട്ടോ. മെഹന്തി നൈറ്റിന് ഒരുപാട് ആളൊന്നും പോയിട്ടുണ്ടായില്ല. ഞങ്ങളെ ഫാമിലി പിന്നെ ഷിനാജും പാത്തും ഞങ്ങൾ കുറച്ച് ആൾക്കാരാണ് പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയി ഷിനാജും പാത്തും ഞങ്ങൾ പുറകെയാണ് വന്നിട്ടുണ്ടായിരുന്നു. ഷിനാജിന് കടയിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഓലും ഞങ്ങളെ കൂടെ ഒപ്പം സെറ്റായിട്ട് തന്നെ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പം മോനുവിന് പാൻറ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മണ്ണാർക്കാട് ഒരു കടയിൽ കയറിയിട്ടോ. അപ്പോൾ ഓൻ പാൻറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിങ്കളാഴ്ചത്തെ ഫംഗ്ഷനും കൂടി നിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഡ്രസ്സൊക്കെ പോണ വഴിക്ക് എടുത്തതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ മുൻപത്തെ ഷോപ്പിംഗ് വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകണോ പോകണ്ടയോ ഒന്ന് ഒരു കൺഫ്യൂഷനിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയാമെന്നുള്ളത്. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റിയില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്തമ്മക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂത്തമ്മ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കൺഫ്യൂഷനിൽ ഒന്ന് പോകണോ പോകണ്ടേ എന്നുള്ളത്. പിന്നെ അങ്ങനെ മൂത്തമ്മ ഞാൻ പോയിട്ടില്ലെങ്കിലും നിങ്ങൾ പോകണമെന്നുണ്ട് അങ്ങനെ ഞങ്ങളെ വിടുകയുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോണ ടൈമിൽ മൂത്തമ്മക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ പോയി പകുതി വഴി എത്തിയപ്പോഴത്തേക്കും കുഞ്ഞാനുവിൻ്റെ വണ്ടി ചെറുതായിട്ടൊരു പണി തന്നിട്ടോ. ചെറിയ എന്തോ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഇങ്ങനെ ഓൻ ഷോറൂമിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓനെ ഷോറൂമിലാക്കി ഞങ്ങൾ നേരെ തിരിച്ചിട്ടോ. അങ്ങനെ നേരെ ലുലുവിൽ കണ്ടു വന്നിട്ടുണ്ടായിരുന്നു. പാലക്കാട് ലുലു വന്നിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. ഈ ഒരു അവസരം അങ്ങോട്ട് മുതലാക്കിട്ടോ. ലുലുവിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം ഹൗസ് വാമിങ്ങും കൂടി ഒരുമിച്ചാണല്ലോ നടത്തുന്നത്. അപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സന്തോഷത്തിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ഇവിടെ കയറിയത്. അപ്പം നിഷാക്കിയും ബാക്കി ടീംസൊക്കെ ഫസ്റ്റ് ഇവിടെ വന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. കുറേ മുൻപേ വന്നിട്ടുണ്ടല്ലോ ഓല എവിടെയും കയറാതെ അങ്ങനെ പോകുന്നതായിരുന്നു. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കയറിയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് വൈകി. പിന്നെ മറ്റേയാളെ നമ്മൾ ഷോറൂമിൽ നിർത്തി നിൽക്കുകയാണ്. അപ്പം നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ ഈ ഒരു ഗെയിം കണ്ടപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ വന്ന് കണ്ട് നിന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ക്രിക്കറ്റ് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ആൾ ശരിക്കും ക്രിക്കറ്റ് കളിക്കണ മൂഡിൽ തന്നെ തോന്നുന്നു. അപ്പോൾ കുറച്ച് നേരം വീഡിയോ എടുത്ത് നിന്നതാണ്. എന്ത് വാങ്ങാനാണോ എന്തിനാണോ അതിൻ്റെ അകത്ത് കയറിയത് എന്നുള്ളത് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ മറന്നു കേട്ടോ. പുറത്ത് എന്ത് നടക്കണോ സമയം എത്രയായി എന്നുള്ളതൊന്നും നമ്മൾ നോക്കില്ലല്ലോ. അതിൻ്റെ അകത്ത് അങ്ങനെ വിലസി ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. എവിടെ കണ്ടാലും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു നോട്ടമില്ല. ഒന്ന് വെച്ച് നോക്കും അല്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്കും. അതെന്തായാലും മസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ജ്വല്ലറികൾ പിന്നെ ഇങ്ങനെ ഫാൻസി ഐറ്റംസുകൾ അങ്ങനത്തെയൊക്കെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. വാങ്ങിയിട്ടില്ലല്ലോ നമുക്കിങ്ങനെ കാണാമല്ലോ. ഫാൻസി ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ വരുന്നത് 450 കേട്ടോ റേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പറ്റൂല എന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആയാലും എത്ര ഭംഗി ഉണ്ടെങ്കില 450 എന്ന് പറയുമ്പോൾ നമ്മൾ ഇടൂല. എനിക്കിഷ്ടമല്ല. എനിക്ക് ഓവർ റേറ്റ് കൊടുത്തിട്ട് കമ്മലായാലും എന്ത് സാധനങ്ങളായാലും അതൊന്നും അങ്ങനെ ഇഷ്ടമല്ല. നമ്മൾ പാകത്തിനോ റേറ്റ് എന്നാൽ കാണാൻ നല്ല ഭംഗി വേണം. ആ ഒരു ചിന്താഗതിയാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല അടിപൊളി കമ്മലുകളായിരുന്നു. പക്ഷേ റേറ്റ് കാണുമ്പോൾ നമ്മൾ മെല്ലെ അവിടെ അങ്ങോട്ട് വെക്കും. പിന്നെ അതുപോലെ തന്നെ ബാഗുകളായാലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതൊന്നും വാങ്ങാൻ വേണ്ടി വന്നതല്ലല്ലോ. നമ്മളെ ലക്ഷ്യം വേറെയാണ്. എന്നാലും എല്ലാ സ്ഥലവും ഒന്ന് നടന്ന് കണ്ടു. ഫസ്റ്റ് ടൈം കാണല്ലേ. ലുലുവിൽ വരണം എന്നുണ്ടായിരുന്നു. പാലക്കാട് ലുലു വന്നിട്ടുണ്ട്, വരണം എന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നത് ഈ ഒരു ടൈമിലാണ്. അമ്മ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാങ്കറ്റ്, പിന്നെ ഇതുപോലെ ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിൽ, അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ അമ്മ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അനുമോന് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ ഈ ഒരു സ്കേറ്റിംഗ് ബോർഡ്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. നിഷാക്ക് അതുമൊന്ന് വീഴും, അപ്പോൾ വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം അങ്ങനെ ആമസോണിൽ അവിടെ എവിടെയൊക്കെയോ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ക്യാൻസലാക്കിയതാണ്. കാരണം ഇതിൽ വീണ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ ഇതുപോലെ ഓടിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല. മുകളിലത്തെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ താഴെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് വിശക്കണവും ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ലഘുവായിട്ട് ഇങ്ങനെ കഴിക്കണം എന്നുണ്ട്. അപ്പം അമ്മേറ്റും വന്നപ്പോൾ ഓല് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നും കഴിക്കാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയാണല്ലോ. അപ്പോൾ അതും കൂടിയും അവിടുന്ന് പർച്ചേസ് ചെയ്യണം. ആ ടൈമിൽ തന്നെ നമ്മൾ ഫുഡും കൂടിയും കഴിക്കണം എന്നുള്ളതിലാണ് കേട്ടോ പോണത്. ലുലുവിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ടൈം പോകുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ലുലുവിൻ്റെയൊക്കെ കുറച്ച് തൊട്ടടുത്തായിരിക്കും ജാസിൻ്റെ വീട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്താൻ പറ്റും എന്നൊക്കെയുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. മറ്റുള്ളവരത് എനിക്കറിയില്ല. എനിക്ക് സ്ഥലങ്ങളൊന്നും വല്ലാതെ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വിശ്വാസത്തിലായിരുന്നു. ഒരു ടെൻഷനൊന്നും ഇല്ലാതെ നമ്മൾ ഹെൽത്തി ആ ടൈം ആകുമ്പോഴത്തേക്കും അവിടെ എത്തും എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് ടൈം വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഞാൻ ഇറങ്ങുന്ന ടൈമിൽ പറയാം അതിനെ പറ്റിയിട്ട്. അപ്പം നമ്മളിതേ ഫസ്റ്റ് ഈ ഒരു പത്രങ്ങളെ സെക്ഷനിലേക്ക് വന്നു. ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ബൗളായിട്ടും പ്ലേറ്റായിട്ടും പിന്നെ നമ്മൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളായിട്ടൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ എടുക്കുകയാണ്.
ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുന്നതല്ല കേട്ടോ. നമ്മൾ മൂത്തന്മാരും പിന്നെ അമ്മാൻ്റെ മക്കളും അങ്ങനെ ഓല് കൂടി ഒരുമിച്ചിട്ട് ഗിഫ്റ്റ് വാങ്ങുന്നതാണ്. ജാസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും വാങ്ങിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണത്തിനായാലും ഹൗസ് വാമിങ്ങിനായാലും ഗിഫ്റ്റും കാര്യങ്ങളും ഒന്നും വാങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സന്തോഷത്തിനാണെന്ന് ഇവർ പറഞ്ഞപ്പോൾ അങ്ങനെ സമ്മതിച്ചതാണ്. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്യുന്നു മാത്രം ഞങ്ങളല്ല, പിന്നെ ഉമ്മയും പിന്നെ അങ്ങനെ ഉമ്മാൻ്റെ ഏട്ടത്തി അനിയത്തിമാർ പിന്നെ ആങ്ങളുടെ മക്കൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാനുകളും അതിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 1-2 സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു ടൈമിൽ ഫുഡിൻ്റെ സെക്ഷനൊക്കെ പോയതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പാത്രങ്ങൾ വന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന സെറ്റിൻ്റെ കളർ ഏതാ വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ഒരു സ്കൈ ബ്ലൂവിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ ഒരു കളറാണ് കേട്ടോ. നല്ല കളറായിരുന്നു, നേരിട്ട് കാണാൻ ഒന്നും കൂടിയും ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ബൗളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പാത്രങ്ങൾ ഞാനത് കവർ ചെയ്യണതിൻ്റെ മുന്നേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പറഞ്ഞാൽ ഫുഡിൻ്റെ സെക്ഷനൊക്കെ പോയതുകൊണ്ട് തന്നെ അത് പാക്ക് ചെയ്തു ഞാൻ വന്നപ്പോഴത്തേക്കും. പിന്നെ ഇത് ഈ ചോപ്പർ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് കുറേ നേരം അതുമ്പോൾ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡിൻ്റെ സെക്ഷനൊക്കെ കേട്ടോ. വിശന്നിട്ട് കുടൽ കരിയുന്നുണ്ടായിരുന്നു, കാരണം ഓലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായില്ല ബൈക്കിൽ പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലഘുവായിട്ട് ഇതുപോലുള്ള കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. ആദ്യം എല്ലാവരും ഒന്നും വാങ്ങാതെ പല പല ഐറ്റം വാങ്ങിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു സംഭവത്തിലാണ് എൻ്റെ കണ്ണു പോവുക. ഈ ഒരു ആപ്പിൾ, ഈ ഒരു ക്രീം പോലുള്ള ഈ ഒരു സംഭവത്തിൽ മയോണൈസ് അല്ല എന്നാൽ അങ്ങനെ ഒരു വെറൈറ്റി ക്രീമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. ഞാൻ ലുലുലു വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഈ ഒരു സംഭവം വാങ്ങി കഴിക്കലുണ്ട്. പിന്നെ അതേ ഈ ഒരു പാസ്ത അങ്ങനെ 1-2 ഐറ്റംസൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറയാലോ ഈ ഒരു ഐറ്റം ആർക്കും അങ്ങനെ പോയില്ല കേട്ടോ കഴിച്ചപ്പോൾ. പക്ഷെ എനിക്കിഷ്ടമാണ്, ഞാൻ കഴിച്ചു. എനിക്ക് ആ ഒരു ആപ്പിള് പിന്നെ അതുപോലെ ഈ ഐറ്റംസൊക്കെ ഇത് നിൽക്കുന്ന ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ ഈ ചോളത്തിൻ്റെ ഈ സംഭവം പിന്നെ കടല അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് അത് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് നമ്മൾ തൂക്കിയിട്ടാണ് കേട്ടോ എടുക്കുക. ഗ്രാമിന് ഇത്ര രൂപ അങ്ങനെയാണ്. അപ്പം നമുക്ക് വേണ്ടത് എത്രയാണെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇത് നമ്മൾ ലാസ്റ്റ് നമ്മൾ തൂക്കം നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ റേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറേ ഐറ്റംസ് നമുക്കിങ്ങനെ വെറുതെ കഴിച്ച് നോക്കാം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അതുമ്മക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണിത്. പിന്നെ ബിരിയാണീൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അത് എല്ലാ ഐറ്റം ബിരിയാണിയും പല പല ഫിഷിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും പിന്നെ നമ്മളെ മട്ടൻ്റെ ആയാലും അങ്ങനെ പല പല ഐറ്റം പല പല രാജ്യത്തെ പല പല നാട്ടിലത്തെ അങ്ങനെ വെറൈറ്റി ബിരിയാണികളെ സെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം ഉണ്ടായില്ല, കാരണം നമ്മൾ കല്യാണത്തിന് പോകുമായതുകൊണ്ട് തന്നെ അവിടെ ഓൾറെഡി നമുക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വെറുതെ അതന്നെ കഴിച്ച് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ലഘുവായിട്ട് എന്തെങ്കിലും ഇതുപോലുള്ള സ്നാക്സുകൾ വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ ഫുഡിൻ്റെ രാജാവ് നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊരിതുമില്ല. വെറൈറ്റികൾ എന്തെങ്കിലും ഉണ്ടോ നോക്കി നടക്കുന്ന ആളാണ് നമ്മളെ ഫുഡിൻ്റെ രാജാവ്, അതായത് മോനുവിന് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും, മോൻ്റെ കൂടെ അങ്ങനെ നിന്നാൽ മതി. ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയ ടൈമിൽ എല്ലാവരും പല പല സ്ഥലത്താണ് കേട്ടോ. കാരണം എല്ലാവരും ഒരേ ടൈമിൽ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം വെറുതെ പോകല്ലേ. അപ്പോൾ ഞങ്ങൾ ഫുഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നു. നിഷാക്ക് അനുമോനെയും സച്ചോനെയും കൂട്ടി ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി മുകളിൽ പോയി. സുനീറയും ഉമ്മയും അവിടെ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഫുഡൊക്കെ സെലക്ട് ചെയ്ത് മോനുവിനെ ഏൽപ്പിച്ച് പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ടത് കുഞ്ഞിയാണ്. കുഞ്ഞി തന്നെ സാധിക മാമൻ്റെ പേരക്കുട്ടിയാണ്. പോളും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ, ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ആൾ കാറിലായിരുന്നു. പിന്നെ അതേ ഉമ്മാൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും ഈ ഒരു ക്ലാസ്സിൻ്റെ സെക്ഷനൊക്കെ വെറുതെ ഒന്ന് പോയതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലാസ്സുകൾ കേട്ടോ, ചെറിയ ക്ലാസ്സുകൾ. പിന്നെ ഇതുപോലുള്ളത് ജ്യൂസ് ക്ലാസ്, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള ക്ലാസ്. ഓരോ ജ്യൂസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഇതുപോലുള്ള ക്ലാസ് വാങ്ങണമെന്നുണ്ട്. പക്ഷെ നല്ല റേറ്റാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് വീട്ടിൽ കൂടലൊക്കെ ആവട്ടെ. അപ്പോൾ ഇങ്ങനെ വാങ്ങണം എന്ന് മനസ്സിലുണ്ട്. ഓരോരോ മോഹങ്ങൾ, ഓരോ പാത്രങ്ങൾ കാണുമ്പോഴും ക്ലാസ്സുകൾ കാണുമ്പോഴും ഇതുപോലുള്ളത് വേണമെന്നൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ട്. നടക്കുമോ എന്നറിയില്ല, ഇൻഷാ അല്ലാഹ് വാങ്ങണം. അപ്പം നമ്മൾ അവിടെ നിന്ന് എല്ലാം സെറ്റ് ചെയ്ത് വീണ്ടും ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിൻ്റെ ഈ ഒരു സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ടേസ്റ്റ് അറിയണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവനിൽ വെക്കാതെ ചൂടാക്കാതെ തന്നെ ആ ഒരു പീസ് അവിടെ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ ജ്യൂസ് 2 ഐറ്റം വാങ്ങി. ബാക്കിയുള്ളവരൊക്കെ കോഫി, ചായ അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ സ്പെഷ്യലായിട്ട് ചിക്കൻ ലോലിപോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ലോലിപോപ്പ്. പിന്നെ എനിക്കിതിൽ കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവമാണ്, ചിക്കൻ ടിക്ക റോൾ അങ്ങനെ എന്തോ ആണ്. പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോയി. ചെറുതായിട്ട് ട്രാജഡി ഉണ്ടായി ആ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുക്കാതിരുന്നത്. അങ്ങനെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് കൂടുന്ന സാധനം എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഈ ഒരു സംഭവം കേട്ടോ, ഇതിൻ്റെ പേരെനിക്കറിയില്ല എന്താണെന്നുള്ളത്. മോനു പെട്ടെന്ന് പോയി ഓർഡർ ചെയ്ത് അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇതൊക്കെ കഴിച്ചിട്ടാണോ എന്നറിയില്ല.
അതിന് ടേസ്റ്റ് ഒട്ടും തോന്നിയില്ല. അതുവരെ കഴിച്ചതിൻ്റെ ടേസ്റ്റൊന്നും തോന്നിയില്ല. മോനുവിന് നല്ല ഇഷ്ടമായിട്ട്. മോനുവിന് എന്ത് സംഭവമായാലും ഫുഡായാൽ ഇഷ്ടപ്പെടും, അതങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഐറ്റം ഫസ്റ്റ് ട്രൈ ചെയ്തത് കുഞ്ഞാനുമാണ്. അവന് ഫസ്റ്റ് കഴിച്ചപ്പോൾ അടിപൊളിയെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എന്നാലും ആര് കഴിച്ചിട്ടില്ലെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. അതിൻ്റെ ആപ്പിളിൻ്റെയാണ് കൂടുതൽ ഇഷ്ടം. ഫുഡ് കഴിക്കലായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ ലുലുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ലുലുവിൻ്റെ ഒരു പുറത്തുനിന്നുള്ള വ്യൂവും കാര്യങ്ങളും പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ്ടായിരുന്നതൊക്കെ എടുക്കുകയാണ്. അമ്മ പോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അമ്മ അങ്ങനെ പറയുന്നുണ്ട് പെട്ടെന്നാക്കി അവിടെ എത്തൂല എന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ദൂരമൊന്നുമില്ലല്ലോ, കുറച്ച് ദൂരമല്ലേ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാറിൻ്റെ ഡിക്കിയിൽ കയറ്റാനായിരുന്നു. നമ്മൾ 5 ആളാണെങ്കിൽ 10 ആളുകളുടെ ഡ്രസ്സ് കൊണ്ടൊക്കെ കേട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥലമൊന്നും ഉണ്ടായില്ല. അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ. പിന്നെ മാപ്പ് ഇട്ട് ലൊക്കേഷൻ നോക്കിയപ്പോഴാണ് ഒരുപാട് ദൂരം ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി. ഹൽദി കഴിയോ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോശമല്ലേ. ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ തലേ ദിവസം പോകുന്നത്. പിന്നെ എത്തിയില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തി ഗൈസ്. പക്ഷേ ഞങ്ങൾക്ക് വഴി ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ടായിരുന്നു. എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. എവിടേക്കോ വന്ന് വിട്ടുകൂടാം. ഇപ്പൊ എവിടെ വന്നിക്കണേ? സ്ഥലം കഴിഞ്ഞോളം മാപ്പ് ചതിച്ചു ഗൈസ്. കുളത്തേക്കാണ് വന്നത്. ഇവിടെ വഴി അവസാനിച്ചു. ഇങ്ങനെ കറങ്ങി വരൂ. ഒരു വീടിന്റെ മുറ്റത്ത് വന്ന് വണ്ടി തിരിക്കുകയാണ്. നമ്മളെ മാപ്പ് നമ്മളെ ചതിച്ചു. ഈ പൊട്ടന്മാര് പിന്നെ എന്ത് മാപ്പാ ഇട്ടു? ഒരു കല്യാണം തന്നെ ഇങ്ങോട്ടായിരിക്കും. വഴി മാറി ഞങ്ങൾ നേരെ ചെന്നിട്ടുള്ളത് ഒരു വീടിൻ്റെ മുറ്റത്തായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് കുളമാണ്. ആ കുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാസിൻ്റെ വീടാണ്. സംഭവം മാപ്പിന് തെറ്റിയിട്ടൊന്നുമില്ല. ആ കുളം അവിടെ വന്നതാണ് പ്രശ്നമായത്. അപ്പോൾ ഞങ്ങൾക്ക് തൊട്ടപ്പുറത്ത് കൂടി ആയിരുന്നു പോകാനുള്ളത്. നമ്മൾ ഒന്ന് വഴി തെറ്റിച്ച് പോയതാണ്. തിരിച്ച് വീണ്ടും ഞങ്ങൾ വഴി തെറ്റി ഒന്ന് മെയിൻ റോഡ് കയറിയിട്ടോ. കാരണം മോനിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ റോഡെന്ന്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് വേറെ റോഡ് തിരിഞ്ഞു. പിന്നെ വീണ്ടും ഞങ്ങൾ കുഞ്ഞാനും ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്ന് ഞങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഴി മറിഞ്ഞ് ഇതുവരെ കറക്റ്റായിട്ട് വന്നിട്ട് അടുത്തെത്തിയിട്ടാണ് നമ്മൾ തെറ്റിയിട്ടുണ്ടായിരുന്നു. തൊട്ട് ബാക്കിൽ കുളമാണ്. ആ കുളത്തിൻ്റെ അക്കരെയാണ് ആ വീട്. ആ വീടിലാണ് നമ്മൾ വന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. വീടൊക്കെ നല്ല അടിപൊളി സെറ്റ് വീട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഒന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഹൽദിയൊക്കെ സ്റ്റാർട്ടായി ഏകദേശം പകുതിയായിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചി ഇടലും കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന പാടെ തന്നെ ഞങ്ങൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പം നമ്മൾ ചെന്ന് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പാത്തും ഷിനാജി എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം വീട്ടിൽ കയറി കുറച്ച് ടൈമൊക്കെ നമ്മൾ ഡ്രസ്സ് മാറ്റണമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിന്നു. കാരണം ഏകദേശം പരിപാടിയൊക്കെ പകുതി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്തു വന്നപ്പോൾ നമുക്ക് ഏതായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിയതാണ്. എനിക്ക് മാത്രം യെല്ലോ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ വരുന്ന വഴിക്ക് ലുലുവിൽ ഒരു 5 ലെവലിലെ ടീഷർട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇഷ്ടമായതൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഷാൾ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. മോനും കുഞ്ഞാനും ഷിനാജി പോലൊന്നും യെല്ലോ ഇട്ടിട്ടുണ്ടായില്ല. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ ഞാനിവിടെ കൊടുക്കാം. പിന്നെ മിൻസിയുടെ കൂടെ 1-2 വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം നമ്മൾ വരാൻ കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ ഫുഡും കുറച്ച് വൈകിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലുലുവിൽ ലഘുവായിട്ട് കഴിച്ചിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ തിരക്കൊക്കെ ഒഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഫുഡായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പൊറാട്ട, പിന്നെ അതിലേക്ക് ചിക്കൻ കുറുമയായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ നമ്മൾ ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു, ഒരു കടായി പോലെയൊക്കെയുള്ള ഒരു ഗ്രേവിയാണ്. റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽക്കാണത് കൂടുതൽ മാച്ച് ഞങ്ങൾ പൊറാട്ടയ്ക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പൊറാട്ട ആയാലും നല്ല ചൂടുണ്ടായിരുന്നു. കുഞ്ഞു പൊറാട്ട, നമ്മളവിടെയൊക്കെ വലിയ പൊറാട്ടയല്ല, പക്ഷെ അവിടെ ഒരു കുഞ്ഞു പൊറാട്ട, നമ്മളെ ബൺ പൊറാട്ടയുടെയൊക്കെ ആ ഒരു വലിപ്പത്തിലുള്ള പൊറാട്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊറാട്ട. പിന്നെ അതിലേക്ക് വന്ന കറി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മളെ കടായി ആ ഗ്രേവിനേക്കാട്ടിലും ഒന്നും കൂടി എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ആ ഒരു കറിയാണ്, ആ കുറുമ. എല്ലാവർക്കും അത് തന്നെയാണ് കൂടുതലായിട്ട് ഇഷ്ടമായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും മൈൻഡും ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്താലോ എന്നായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഷിമേൻ്റെയും ജാസ്മിൻ്റെയും കൂടി റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറി. അപ്പോൾ ജാസിന് ഞങ്ങളെ കൂടെ കുറേ ടൈം ഇരിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ആൾ ഓടിപ്പാഞ്ഞ് നല്ല തിരക്കിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് വന്നിട്ട് പറയും നിങ്ങളിവിടെ ഇരുന്നോ ഞാൻ ഇപ്പം വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവും. ഇത് ജാസിൻ്റെ ബ്രദറാണ് കേട്ടോ. ഓ റൂമിലേക്ക് വന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ആ ഒരു തിരക്ക് പിടിച്ച ടൈമിൽ വന്നതുകൊണ്ട് തന്നെ ആരും നമ്മളധികം പരിചയപ്പെട്ടിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനെ പരിചയപ്പെടുത്തൊക്കെയാണ്. പിന്നെ റൂം നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആലത്തൂരാണ്. അങ്ങോട്ടേക്ക് നമുക്ക് വഴി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും കൂടി അവനെ ഏൽപ്പിക്കുകയാണ് ജാസ്. അങ്ങനെ നല്ല തിരക്കിലാണ് കേട്ടോ ആൾ. ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് എല്ലാം സെറ്റ് ചെയ്ത് തരുവാൻ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് ഈ കാണുന്നത്. വീടിൻ്റെ എല്ലാ ഭാഗമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഹൗസ് വാമിങ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. നമ്മൾ തിരക്കുകളൊക്കെ ആയിട്ടാണല്ലോ വന്നത്, അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇൻഷാ അള്ളാ വീടിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യും. ആ ഒരു വീട്ടിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ ഒരു റൂമായിരിക്കും കേട്ടോ. കാരണം ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ഒക്കെയാണ് ആ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി സ്ഥലങ്ങളൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ അതൊന്നും കൂടിയും ഞങ്ങൾക്ക് ആ ഒരു ഫീല് വന്നു. പിന്നെ നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് പാടാണ്, പച്ചപ്പും കാര്യങ്ങളും. രാത്രി ആയതുകൊണ്ട് തന്നെ അതില്ല, പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു. നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ആ ഒരു ബാൽക്കണിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത റൂമിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ വൈറ്റ് ഹൗസിലാണ്, ആലത്തൂർ വൈറ്റ് ഹൗസിലാണ് നമുക്ക് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്ന വഴി ഞങ്ങൾ നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബൈക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വഴി കാട്ടിയുന്ന ആൾ കാറിലാണ്. അപ്പോൾ ആളെ കൂടെ വെച്ച് പിടിച്ച് ഞങ്ങൾ നേരെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ നമ്മൾ കുളിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗായ്സ്, നനയാൻ ഇനി ഒന്നും ബാക്കിയില്ല. മോനെ ഒന്ന് വാ, നനഞ്ഞൊന്ന് കാണാന്. വെള്ളം ഒലിക്കുന്നു. ആടിയോഷ കയറി നിൽക്കായിരുന്നു കേട്ടോ. മോനെ ഒന്ന് നോക്കാം, നനഞ്ഞിട്ടേ ഇല്ല. കാറുകാരെവിടെയാന്നറിയില്ല മക്കളെ. ഒരാൾക്ക് മേപ്പ് വെക്കണം, അറിയുന്ന ഒരാളില്ല. ഇങ്ങനത്തെ ചെരുപ്പിടണം. ചൂട് കുറച്ച് വെള്ളമാണ്, ചെരുപ്പ് ഉണ്ടായിട്ട് ചൂട്ട് പോകുന്നു. പാത്തുവിൻ്റെ ചാനലിലേക്കുള്ള വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ചാനലിലേക്കുള്ള വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളൊരു വീഡിയോ കളിയാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ എന്ത് സംഭവമാണെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുമല്ലോ. ചാനലില്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് ഞാൻ എന്ത് സംഭവം ഉണ്ടെങ്കിലും വീഡിയോ എടുക്കും. അപ്പോൾ ചാനലുണ്ടായി പ്രത്യേകിച്ച്. ഞാനും മോനും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ റെയിൻകോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംഭവം കാറിൽ വെച്ച് പോയി. മഴ ഉണ്ടാകുമ്പോൾ റെയിൻകോട്ട് ഉണ്ടാവില്ല, റെയിൻകോട്ട് ഉണ്ടാകുമ്പോൾ മഴ ഉണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിൽ പിടിക്കേണ്ട ആ ഒരു ഇതുകൊണ്ട് കാറിൽ വെച്ചു. അങ്ങനെ അതുകൊണ്ടാണ് മഴ നനയേണ്ടി വന്നത്. ഞങ്ങളെത്തി ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നിശാക്കി മിനിറ്റൊക്കെ വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതുവരെ ഓലെ വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിലായിരുന്നു. അപ്പോഴത്തേക്കൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഓല് വന്ന് എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒഴികെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ പിന്നെ ഏകദേശം എൻ്റെ അവിടെ നിന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം അധികം നിൽക്കാത്ത ഡ്രസ്സായിരുന്നു മുകളിലിട്ടായിരുന്നു ടോപ്പ്. അപ്പോൾ ഇന്നറിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ രാത്രി കിടന്നപ്പോൾ അങ്ങനെ ഇന്നർ മാത്രം ഒന്ന് ഉണക്കിയെടുത്ത് രാവിലെ വീണ്ടും അതന്നെ എണീറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 3 റൂമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പ് റൂമായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. ബാക്കി എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കണ തിരക്കിലാണ് കേട്ടോ. നമ്മൾ പിന്നെ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ പാത്തും ഷിനാജും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. മോനൊക്കെ കുളിച്ച് ഫ്രഷായി നിൽക്കുകയാണ് കേട്ടോ. പാത്തുവിൻ്റെ ചാനലിലേക്കുള്ള വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത് തന്നെ. അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കുന്നതിന് ഷാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ തലയിൽ മക്കനിടാതെ ഷാളിടാതെയൊക്കെ ഉമ്മാനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ
എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ കാരണം ഉമ്മ ചീത്ത അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഭാഗത്തൊക്കെ തലയിൽ തട്ടടാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നമ്മളത് പിന്നെ തട്ടം താഴത്തേക്ക് പോയാലും കുഴപ്പമില്ല. ഉമ്മാൻ്റെതൊക്കെ ആകുമ്പോൾ ഉമ്മ ചീത്ത അറിയും, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ടൈമിൽ ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാണ്ട് ഞാൻ കെറ്റിലും നമ്മുടെ ടീ പൗഡറും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. താഴെ റെസ്റ്റോറൻറ്റിൽ വിളിച്ച് നോക്കിയപ്പോൾ അവിടെ ക്ലോസ് ആണ്. അപ്പോൾ തലവേദന ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ഒരു ചായ, ഒരു ഗ്ലാസ് നമ്മളൊരു കപ്പ് ചായയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കപ്പ് ചായ ഉണ്ടാക്കുകയാണ്. ഉമ്മ വന്ന് ക്യൂ നിൽക്കുകയാണ് കേട്ടോ അടുത്ത ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കിയിട്ട് കാര്യമില്ല മോളെ, ഒരു കപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ എണീച്ച് എല്ലാവർക്കും ആ ഒരു കപ്പിൽ നിന്ന് ഷെയർ ചെയ്ത് ഞങ്ങൾ കുടിച്ചു കേട്ടോ. അപ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരു കപ്പ് തന്നെ കുടിച്ചിട്ട് ബാക്കിയായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഒരു റൂമിൽ വന്നിരുന്നെങ്ങാണ്ട് സംസാരിച്ചിരിക്കുകയാണ്. കുറേ ടൈമായിട്ടുണ്ട് കേട്ടോ. ഇരിക്കണണ്ടാ തോന്നുന്നു നമ്മൾ നേരം വെളുത്തിട്ടേ ഉള്ളൂ എന്ന്. പക്ഷേ ഞങ്ങൾ കല്യാണ വീട്ടിൽ നിന്ന് വന്നത് തന്നെ കുറേ ടൈം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇവിടെ വന്ന് മൈലാഞ്ചിടലും തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ടൈം ആയിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജാസും ഷമീറും അവിടുത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ സെറ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരടിപൊളിയായിരുന്നു കേട്ടോ. വന്നിട്ട് നമ്മൾ ഫുള്ള് സെറ്റാണോ എല്ലാം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോലെ അങ്ങനെ തിരിച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുള്ള് സെറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടത്തൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പം നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത കല്യാണ വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.